എല്ലാവർക്കും നമസ്കാരം. മറുനാടൻ എക്സ്ക്ലൂസീവിലേക്ക് ഏവർക്കും സ്വാഗതം. ആരിഫ് ഹുസൈൻ തെരുവത്താണുള്ളത്. ആരിഫ്, നമസ്കാരം. നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ദിവസം കുറെ വിഷയങ്ങൾ സംസാരിക്കുന്നുണ്ട്. അതിൽ പ്രധാനമായും കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ നമ്മുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലൊക്കെ വളരെ വ്യാപകമായി നമ്മൾ കണ്ടു. വളരെ പേടിപ്പിക്കുന്ന ഒന്നാണ്. 2 നേഴ്സുമാരുടെ വളരെ കുറച്ച് നിമിഷങ്ങൾ മാത്രമുള്ള ഒരു വീഡിയോ ക്ലിപ്പായിരുന്നു. നിങ്ങൾ ജൂതനാണ്, അതുകൊണ്ട് നിങ്ങൾ ഉടനെ മരിക്കുമെന്നും ഞങ്ങൾ ഇതുപോലെ ഒരുപാട് ജൂതന്മാരെ കൊന്നിട്ടുണ്ട് എന്നും പറയുന്ന 2 നേഴ്സുമാരുടെ ക്ലിപ്പ് ഫ്രം ഓസ്ട്രേലിയ. സത്യത്തിൽ എന്റെ അമ്മ ഒരു നേഴ്സായിരുന്നു. അമ്മയെന്ന് മാത്രമല്ല, ഞാൻ കണ്ടിട്ടുള്ള എല്ലാ നേഴ്സുമാരും ഏതെങ്കിലുമൊക്കെ, അത് ജാതിയോ മതമോ നിറമോ ഒന്നും നോക്കാതെ തന്റെ മുന്നിലെത്തുന്ന പേഷ്യൻസിനെ രക്ഷിക്കാനായി ഏതറ്റം വരെയും പോകുന്ന ആളുകളാണ്. നമ്മളെപ്പോഴും പറയാം, നമുക്കൊക്കെ ചിലപ്പോ പലപ്പോഴും ഈ പഴുപ്പിനോടും രക്തത്തിനോടും ഒക്കെ അറപ്പുള്ളപ്പോൾ പോലും നേഴ്സുമാരെ മാലാഖമാർ എന്ന് വിളിക്കുന്നത് അതുകൊണ്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ആരിഫ് വീഡിയോ കണ്ടിട്ടുണ്ടാവും. പ്രതികരണം എന്താണ് ആരിഫ്? അവിടെ ഇപ്പൊ ഈ ഒരു സംഭവമായി കണക്ട് ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ, ജൂതവിരുദ്ധത എന്ന് പറയുന്നത് അത് പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ അന്നമാണ് എന്നാണ് നമ്മൾ പറയാറ്. ഞാൻ ആ വാക്ക് ഉപയോഗിക്കാറില്ല, പക്ഷെ ഇപ്പൊ തൽക്കാലം അത് ഉപയോഗിക്കുകയാണ്. അത് അതിന്റെ അന്നമാണ്. അതിലൂടെയാണ് ഈ മതം ഉണ്ടായത് തന്നെ. ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. അതിന് പ്രേരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പല കഥകൾ പറഞ്ഞു കൊടുക്കുന്നത്, അതുപോലെ തന്നെ ആ പ്രേരണ ഉൾക്കൊണ്ട് നടത്തിയിട്ടുള്ള കൂട്ടക്കൊലകൾ നമുക്ക് കാണാൻ കഴിയും. ഇന്ന് നമ്മൾ ആ ചരിത്രം പറഞ്ഞുകൊണ്ടാണ് പലതും ചെയ്യിക്കുന്നത്. ഇന്ന് നമ്മളൊക്കെ കുട്ടിക്കാലത്ത് ഇതിനു വേണ്ടിയിട്ട് ഇസ്ലാമിക ചരിത്രത്തിലുള്ള കഥകൾ മാത്രമല്ല, ഹിറ്റ്ലറിനെ പോലും കൂട്ടുപിടിച്ചുകൊണ്ട് ഹിറ്റ്ലർ ചെയ്തതുപോലെ നന്നായിരുന്നു എന്ന് പോലും പറയാൻ, അത് ഹിറ്റ്ലർ പറയാത്ത കാര്യങ്ങൾ, ഞാൻ കുറച്ച് ജൂതന്മാരെ വെറുതെ വിട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് എന്തിനാണ് ഞാൻ ജൂതന്മാരെ കൊന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്ന ഒരു കള്ളപ്രചരണം ഹിറ്റ്ലറിന്റെ പേരിൽ പോലും നടത്താൻ മുന്നോട്ട് വന്നിട്ട് അത് വെച്ച് ഇതിനെ ന്യായീകരിക്കാൻ പോലും ഇവിടെ ആളുകൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ പോസ്റ്റർ ഒട്ടിച്ച് നടന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പൊ നമുക്ക് അറിയാൻ കഴിയും ഏത് വിധേനയാണ്. പിന്നെ നിങ്ങൾക്കൊക്കെ അറിയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, ജ്യൂസ് കുടിക്കരുത് എന്ന് പറയുന്നത്. എങ്ങനെയാണ് അത് വന്നത്? അവിടെയും വരുന്നത് ജൂതവിരുദ്ധത എന്ന് പറയാം. അപ്പൊ ഇതിലെ പ്രതികരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ പറയാറുള്ള ആ ജൂതവിരുദ്ധത ഈ പറയുന്ന മതത്തിന്റെ ഭാഗമാണ് എന്ന് പറയുന്നതിന്റെ കൃത്യമായ ഒരു എവിഡൻസ് അതാണ് ഈ ഒരു വിഷയത്തിൽ നമുക്ക് ഇവിടെ കാണാൻ കിട്ടിയത്. ഇതിനോട് പ്രതികരിച്ചുകൊണ്ട് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ വന്നിരുന്നു. അവരെല്ലാം എന്താ തള്ളിക്കളഞ്ഞ ഒരു സാഹചര്യവുമുണ്ട്. അപ്പോ ലോകം ഒന്നാകെ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ എക്സ്പോസ്ഡ് ആവുന്ന ഒരു സിറ്റുവേഷനിൽ കൂടെ അല്ലേ കടന്നു പോകുന്നത്. അവർക്ക് അവരുടെ മുന്നിലിരിക്കുന്ന ഒരു ആളുടെ മതം നോക്കി ചികിത്സിക്കുന്ന ആളുകൾ, അവരത് എത്ര ഫ്രസ്ട്രേഷനിലൂടെ ആയിരിക്കും അവർ കടന്നു പുറത്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവുക. എന്നാൽ അതിനെ എതിർക്കുന്ന ഒരു വലിയ സമൂഹം വരുന്നു എന്നുള്ളത് ഒരു ആശാവഹമായ കാര്യമല്ലേ? പൊളിറ്റിക്കൽ ഇസ്ലാമിനെ എതിർക്കുന്ന ഒരു സമൂഹം ഉണ്ടാവുന്നു എന്നുള്ളത്. സത്യത്തിൽ ഇങ്ങനെ എതിർക്കേണ്ട ഒരു ആവശ്യകത എന്താണ് ഉള്ളതെന്നുള്ളതാണ്. മീൻസ് അത് ഇപ്പോ ഇവിടെ പല മതങ്ങളിലും പ്രശ്നങ്ങളുള്ള വശങ്ങളുണ്ട് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷെ ഈ 21-ാം നൂറ്റാണ്ടിൽ ഇങ്ങനെ 2025 നമ്മളിങ്ങനെ ഓരോന്നോരോന്ന് നുള്ളിപ്പെറുക്കിയെടുത്ത് അതിനെ വിമർശിക്കേണ്ട എന്താ ആവശ്യകതയുള്ളത്? കാരണം സമൂഹം എന്ന നിലയ്ക്ക് ആ മതത്തിൽപ്പെട്ട ആളുകൾ അവർ തന്നെ അതിനെ തള്ളി മുന്നോട്ട് പോവാണ്. കാരണം ഇനി ഏതെങ്കിലും ഒരു സ്വാമിയോ ഏതെങ്കിലും ഒരു പാതിരിയോ എന്തെങ്കിലും ഒരു സാധനം മുന്നോട്ട് വെച്ചാൽ അത് വിശ്വാസികൾ തന്നെ അതിനെ ഒതുക്കി, അതൊന്നും ഇപ്പൊ ഇവിടെ പറയാൻ കൊള്ളില്ല, അതൊന്നും നമ്മളിവിടെ എടുക്കാൻ പാടില്ല എന്ന് അവർക്ക് തന്നെ തോന്നിയിട്ട് അവർ തന്നെ അത് പറയുന്നതിൽ നിന്നും പിന്മാറുന്ന ഒരു കാലഘട്ടത്തിൽ ഇവിടെ ഒരു പാതിരിയോ ഒരു മൊല്ലാക്കയോ പറയാതെ വിശ്വാസികൾ സ്വയം മനസ്സിലാക്കിയ കാര്യങ്ങൾ അവർ തന്നെ പ്രചരിപ്പിക്കുകയും എന്നിട്ട് അത് വെച്ചുകൊണ്ട് ഇതുപോലെ സമൂഹത്തിൽ പ്രശ്നം ഉണ്ടാക്കുന്നു. ഇപ്പോൾ നമ്മളിത് പറയുമ്പോൾ ജർമ്മനിയിലെ ഒരു ആൾക്കൂട്ടത്തിലേക്ക് വീണ്ടും ഒരു കാർ ഇടിപ്പിച്ച് 10-20 പേരെ പരിക്ക് പറ്റിച്ചിട്ടുണ്ട് അവിടെ. അപ്പോൾ എന്താണ് അതിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ അന്വേഷിക്കുന്നത്. അപ്പോൾ ഈ മതത്തിലെ അധ്യാപനങ്ങൾ അത് ഒരു പുരോഹിതന്റെയും അനുവാദമോ അല്ലെങ്കിൽ അവരുടെ ഒരു പിന്തുണയോ ഇല്ലാതെ തന്നെ, അല്ലെങ്കിൽ അതിന്റെ ഒരു ആഹ്വാനമോ ഇല്ലാതെ തന്നെ വിശ്വാസിക്ക് സ്വയമേവ അത് എടുത്തുകൊണ്ട് വന്ന് സമൂഹത്തിൽ അപ്ലൈ ചെയ്യാൻ കഴിയും. അതാണ് ഈ മതത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ അതിനെ നമ്മൾ വിമർശിക്കേണ്ടതായിട്ട് വരുന്നത് കൊണ്ടാണ് സത്യത്തിൽ ഇതൊക്കെ നമ്മൾ വിമർശിക്കേണ്ടി വരുന്നതും അതോടൊപ്പം തന്നെ ഇതിനെ എക്സ്പോസ് ചെയ്യാൻ വേണ്ടി നമ്മൾ മെനക്കെടേണ്ടി വരുന്നതൊക്കെ. ഇതൊക്കെ സത്യത്തിൽ കുഴപ്പത്തിലാക്കുന്നത് ഒരു മതത്തെ കുഴപ്പത്തിലാക്കുന്നു എന്നതിനേക്കാൾ അപ്പുറം ഇത് ആ വിശ്വാസിയുടെ ജീവിതം അത് തന്നെ ഈ തീവ്രവാദം കൊണ്ട് ഇത്തരത്തിലുള്ള ആശയങ്ങൾ കൂടുതൽ പ്രചരിപ്പിക്കുന്നത് വഴി ഈ മതത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള ഇതിലൊന്നും ഒരു താല്പര്യമില്ലാത്ത സാധാരണ മുസ്ലിമിന്റെ ജീവിതമാണ് അപകടത്തിലാവുന്നത്. അതായത് ഇസ്ലാമിക തീവ്രവാദത്തിന്റെ ആദ്യത്തെ ഇര ആര് എന്ന് ചോദിച്ചാൽ സാധാരണ മുസ്ലിമാണ്. ഇതിലൊന്നും ഒരു താല്പര്യമില്ലാത്ത മുസ്ലിങ്ങളാണ് ഇതിനകത്ത് ഇരയാവുക. അതായത് അവൻ ജീവിതം കണ്ടെത്താൻ വേണ്ടി ഇനിയിപ്പോൾ ഓസ്ട്രേലിയയിലേക്ക് ഒരു നഴ്സായിട്ടോ ഒരു ഹെൽത്ത് കെയർ ഒരു പ്രൊവൈഡറായിട്ട് പോകാൻ വേണ്ടിയിട്ട് ചെല്ലുമ്പോൾ നമ്മൾ ഇനി കാണാൻ പോകുന്നത്
അവരുടെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ഒരു 2 വട്ടോ 10 വട്ടോ കൂടുതൽ ചെകയുന്ന ഒരവസ്ഥ. നമ്മളിപ്പോൾ തന്നെ പറയാറുണ്ട് എയർപോർട്ടിൽ ചെല്ലുമ്പോൾ മുസ്ലിം നാമധാരിയാണെന്നുണ്ടെങ്കിൽ ഒന്ന് അങ്ങോട്ട് മാറി നിൽക്ക് എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടെന്ന് നമ്മൾ പറയാറുണ്ട്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത്? ഇപ്പം നമ്മളൊക്കെ ഫേസ് ചെയ്യുന്നു. പക്ഷെ നമ്മളുടെ കയ്യിലിരിപ്പ് നല്ലതായതുകൊണ്ട് നമുക്ക് വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. പക്ഷെ കയ്യിലിരിപ്പ് മോശമോ അല്ലെങ്കിൽ അങ്ങനെ ആവാനുള്ള സാധ്യതയോ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളെ അവർ വെറുതെ വിടുമോ? ഇല്ലല്ലോ. ഇപ്പോൾ ഓസ്ട്രേലിയ പോലെയുള്ള രാജ്യങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആളുകൾ ജോലി ചെയ്യുമ്പോൾ അവിടെ കുട്ടികളുമായിട്ട് ഇടപഴകുന്ന ഒരു ഒരു വേദിയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സ്കൂളോ അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ തന്നെ അവരുടെ എന്താണ് ഹാബിച്വൽ ആയിട്ടുള്ള ചൈൽഡ് അബ്യൂസർ ആണോ എന്നൊരു ബാക്ക്ഗ്രൗണ്ട് ചെക്ക് നമ്മൾ നടത്തും. എന്ന് പറഞ്ഞ മാതിരി ഇനി ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ അവർ ഒരു അഡീഷണൽ സംഗതി കൂടി കൊണ്ടുവരാനുള്ള സാധ്യതയാണ് ഇവിടെ തെളിഞ്ഞിരിക്കുന്നത്. അതായത് ഇതേപോലെയുള്ള ആളുകൾക്ക് ഒരു ആൻറ്റി സെമിറ്റിസം, അതായത് ജൂതവിരുദ്ധത, അങ്ങനെ ഒരു ഹിസ്റ്ററി ഉണ്ടോ, അതും കൂടി ചെക്ക് ചെയ്യുന്ന ഒരു അവസ്ഥയും കൂടി വരികയാണ്. അപ്പോൾ ഇത് സത്യത്തിൽ കുഴപ്പത്തിൽ ചാടിക്കുന്ന ആരെയാണ്? മുസ്ലിമിനെ തന്നെയാണ്. അപ്പോൾ നമ്മളുടെ വിഷയം പിന്തുണ കൊടുക്കുന്നു, ഇത് എക്സ്പോസ്ഡ് ആവുന്നു എന്നുള്ളതിനേക്കാളൊക്കെ അപ്പുറം ഇത് സാധാരണ മുസ്ലിമിൻ്റെ ജീവിതം കൂടുതൽ അപകടത്തിലാക്കുന്നു. ഒരു ജോബ് പൊസിഷന് ഒരു ഇൻ്റർവ്യൂ നടക്കുമ്പോൾ അല്ലെങ്കിൽ അതിനൊരു തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് മുസ്ലിം ആയതിൻ്റെ പേരിൽ മാത്രം മാറ്റി നിർത്താനുള്ള ഒരു കാരണമായിട്ട് ഇത് മാറുന്നു. UK എന്നൊക്കെ വന്നിട്ടുള്ള വിവരങ്ങൾ എന്ന് പറയുന്നത് ഇതിനോടകം തന്നെ ഒരു ഡിസ്ക്രിമിനേഷൻ അവിടെ ഉണ്ട് എന്നുള്ളതാണ്. അതായത് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ആയിട്ടോ അല്ലെങ്കിൽ ഇതുപോലുള്ള ജോലികളിൽ ഇവരെ സ്ഥിരം പൊസിഷനിലേക്ക് ഇവരെ പ്രിഫർ ചെയ്യുന്നില്ല. പകരം പലപ്പോഴും ടെമ്പററി ആയിട്ട് മാത്രം ഇവരെടുക്കുന്ന അവസ്ഥ ഇതിനോടകം വന്നു കഴിഞ്ഞിട്ടുണ്ട്. അത് കൂടുതൽ വ്യാപകമാകും. അത് ആരെയാണ് ബാധിക്കുന്നത്? മുസ്ലിമിനെയാണ് ബാധിക്കുന്നത്. സാധാരണ മുസ്ലിമിനെയാണ് ബാധിക്കുന്നത്. അപ്പോൾ മുസ്ലിങ്ങൾ ഇത് തള്ളിക്കളയാൻ മുന്നോട്ട് വരുന്നില്ല. ഇതിന് ഒരു നിശബ്ദമായ ഒരു പിന്തുണ അവർ കൊടുക്കുന്നു. അവരതിനോട് നിശബ്ദത പാലിക്കുന്നു. ഇതിനെ കോൾ ഔട്ട് ചെയ്യാതിരിക്കുന്നു എന്നൊക്കെ വരുമ്പോൾ സത്യത്തിൽ ഇവരും ഇതിനെ പിന്തുണയ്ക്കുന്ന ആളുകളായിട്ട് മനസ്സിലാക്കാനേ ബാക്കിയുള്ള ആളുകൾക്ക് പറ്റുന്നുള്ളൂ. അപ്പോൾ ഇതുകൊണ്ട് ആ രീതിയിലൊരു എക്സ്പോസ്ഡ് ആയി എന്നുള്ളത് കൊണ്ട് കൂടുതൽ കുഴപ്പം മുസ്ലിങ്ങൾക്ക് ഉണ്ടാവുന്നു എന്നതിനപ്പുറത്തേക്ക് എന്താണ് ഇതിനകത്തുള്ളത് എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. തീർച്ചയായിട്ടും. അവസാനത്തെ ഒരു ചോദ്യം കൂടി. ഇപ്പോ പലയിടങ്ങളിലും ജൂതവിരുദ്ധത ഒരു ഫാഷനായും അടിസ്ഥാനപരമായി അങ്ങനെ പറഞ്ഞാൽ മാത്രമാണ് ഐഡന്റിഫൈ ചെയ്യപ്പെടുന്നുള്ളൂ, അല്ലെങ്കിൽ താൻ പൂർണ്ണമായും ഒരു വിശ്വാസിയാവൂ എന്ന് വിചാരിക്കുന്ന ഒരു വലിയ സമൂഹമുണ്ട്. പക്ഷെ ഇവരൊക്കെ തന്നെയും ഫേസ്ബുക്കിൽ ഇരുന്നാണ് ഇത് പറയാറുള്ളത്. ഇവരൊക്കെ തന്നെയും ഗൂഗിൾ മാപ്പ് ഉപയോഗിക്കുന്നുണ്ട്. ഇവരൊക്കെ തന്നെയും ജൂതന്മാർ സത്യത്തിൽ ഇല്ലായിരുന്നെങ്കിൽ ഈ ലോകം ഇത്രയധികം സ്മൂത്ത് ആവില്ലായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. അത് വൈദ്യശാസ്ത്ര രംഗത്തായിക്കോട്ടെ, ടെക്നോളജിയിലായിക്കൊള്ളട്ടെ, മറ്റ് ഏത് മേഖലയിലായാലും ജൂതന്മാരുടെ ഇൻപുട്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഇവർ പറയുന്നത് എന്നുള്ളതാണ് ഇനി രസകരമായ ഒരു വസ്തുത. അതിപ്പോ അതിനെക്കുറിച്ച് കൂടി ഒന്ന് പറയേണ്ടതുണ്ട്. കാര്യം ജൂതൻ ഇല്ലാത്തൊരു ലോകം ഉണ്ടായിരുന്നെങ്കിൽ ലോകം ഇങ്ങനെ ആകുമായിരുന്നേ ഇല്ല എന്നുള്ളതല്ലേ സത്യം. അതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അതായത് ഈ ജൂത വേട്ട പണ്ട് നടക്കുന്ന സമയത്ത് അതിനകത്ത് പെട്ടുപോയിട്ടുള്ള പല ശാസ്ത്രജ്ഞന്മാരും അവര് ജൂതന്മാരായിരുന്നു എന്നത് നമ്മളിവിടെ മറന്നു പോവാണ്. അതിൽ പ്രധാനപ്പെട്ട ആളുകൾ വരെ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഐൻസ്റ്റീൻ അടക്കം ഒരു ജൂതനായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന പല കാര്യങ്ങളും, നമ്മളിപ്പോൾ സംസാരിക്കുന്ന ഇന്റർനെറ്റ് മുതൽ നമ്മൾ സാറ്റലൈറ്റ് സംവിധാനത്തിന്റെ പിന്നിലുള്ള ശാസ്ത്രം ഡെവലപ്പ് ചെയ്യുന്നത്, അതുപോലെ പല സാധനങ്ങൾ, ഈ GPS സംവിധാനം ഉപയോഗിക്കുന്നതിൽ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിപ്പോൾ വിൻഡോസ് ആയിക്കോട്ടെ ഏതും ആയിക്കോട്ടെ, അങ്ങനെ ഏതെടുത്തു കഴിഞ്ഞാലും അതിനകത്തൊരു ജൂതന്റെ പങ്കാളിത്തം ഉണ്ട്. അതൊരു വലിയ പ്രശ്നമാണ്. പക്ഷെ ഇത് നമ്മളത് പറയുമ്പോൾ അപ്പോഴും ജൂതൻ ചെയ്തതിലെ തെറ്റ് അവിടെ നമ്മൾ സമ്മതിക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ടാണ് ഞാനത് പറയാത്തത്. അങ്ങനെയല്ലല്ലോ, അവിടെ ജൂതന്റെ ഭാഗത്ത് തെറ്റുണ്ടെന്നല്ലല്ലോ നമ്മൾ ഈ പറയണത്. അവർക്ക് അവരുടെ ആ പൊളിറ്റിക്കൽ ഐഡിയ പറയാനുള്ള അവകാശമുണ്ട്. അത് നമ്മൾ പൂർണ്ണമായും, അതായത് ഞാനൊരു സയനിസ്റ്റ് ആണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ പറയുന്നത്. ഈ വിഷയത്തെ നമ്മൾ അഡ്രസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ജൂതൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ചകഞ്ഞു പോകുന്നതിൽ അർത്ഥമില്ല എന്നാണ് ഞാൻ പറയാം. കാരണം ഇവിടെ പ്രശ്നം ഈ പറയുന്ന ജൂതവിരുദ്ധതയാണ് ഇവിടുത്തെ പ്രശ്നം. ഈ ജൂതവിരുദ്ധതയിൽ ഇങ്ങനെ ഒരു ജൂതവിരുദ്ധത ഈ മുസ്ലിങ്ങളായിട്ടുള്ള അറബികൾക്ക് ഇന്നും ഉണ്ടായിരുന്നു എന്ന് ഈ തിരിച്ച് അവരുടെ ഹോംലാൻഡ് കണക്കാക്കി ആ സയനിസ്റ്റ് പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് അവർ അങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് ഇവർക്ക് ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ചിലപ്പോൾ അവർ വരാതിരുന്നേനെ. പക്ഷെ അത് കണ്ടത് അങ്ങനെയല്ല. അവർ വന്നപ്പോൾ നമ്മൾ ജെറൂസലം മുഫ്തി അടക്കമുള്ള ആളുകൾ നേരെ പോയിട്ട് ഹിറ്റ്ലറെ നേരിട്ട് പോയി കണ്ട്, ഞങ്ങളുടെ നാട്ടിലും ഇപ്പോൾ കുറേ ജൂതന്മാർ വന്നിട്ടുണ്ട്, അവരെ ഒന്ന് കൊല്ലാൻ നമുക്ക് സഹായിക്കണം, നമ്മൾ ഒരുമിച്ചുണ്ട്, നിങ്ങളുടെയും എൻ്റെയും പൊതു ശത്രുവാണ് ഇപ്പൊ ജൂതൻ എന്ന് പറഞ്ഞിട്ട് ഹിറ്റ്ലറുമായിട്ട് കൈകോർത്ത ചരിത്രം എത്ര പേരൂടെ പറയും? ഇതൊന്നും ഒരു ജൂതനും അങ്ങനെ ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു കാട്ടാളനുമായിട്ട് കൈകോർത്തിട്ട് ആരെങ്കിലും കൊന്നു തള്ളണം എന്ന ഒരു
ചർച്ചയും നടത്തിയിട്ടുള്ള ഒരു ചരിത്രം ജൂതന്റെ കയ്യിലില്ല. അങ്ങനെ ഒരു കറ, അങ്ങനെ ഒരു ചോരക്കറ അത് ജൂതന്റെ കയ്യിലില്ല. അതേസമയം അത് മുസ്ലിങ്ങളുടെ കയ്യിലുണ്ട്, അറബികളുടെ കയ്യിലുണ്ട്. അവർ നേരിട്ട് പോയി കൈ കൊടുത്ത് സംസാരിച്ചതാണ് ഹിറ്റ്ലറുമായിട്ട്. അതിന്റെയൊക്കെ ചിത്രം ഇപ്പോഴും ഇന്റർനെറ്റിൽ അവൈലബിൾ ആണ്. ഈ ഹുസൈനി എന്ന് പറയുന്ന ജെറൂസലം മുഫ്തിയും ഹിറ്റ്ലറും കൂടി ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്നത്. അതുകൂടാതെ അദ്ദേഹം പിന്നീട് ഹിറ്റ്ലറുമായിട്ട് നിരന്തരം സംഭാഷണങ്ങൾ നടത്തി പ്രചോദനം കൊടുത്തുകൊണ്ടേയിരുന്നു എന്നാണ് പറയുന്നത്. മാത്രമല്ല ഹിറ്റ്ലർ അവിടെ നടത്തുന്ന ആ ഹോളോകോസ്റ്റിന് അനുബന്ധിച്ച് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അത് അതേപോലെ ഈ അറബ് നാട്ടിലും ഈ ജൂതന്മാർക്ക് വേണ്ടിയിട്ട് നടത്താനും ചെയ്യാനും വേണ്ടിയിട്ട് പദ്ധതിയിട്ട ആളാണ് ഈ പറയുന്ന ഹുസൈനി. അതുവരെ ചെയ്തു വെച്ചു എന്നാണ് പറയുന്നത്. എന്നിട്ട് ഇന്ന് അവർ നിലവിളിക്കുകയാണ്. അപ്പൊ ഞാനിവിടെ ഓർക്കുന്നത് ഇത്രയേ ഉള്ളൂ. ഈ വിഷയം 2023 ഒക്ടോബർ 7 ഈ യുദ്ധം അവിടെ പുറപ്പെടുന്ന ആ ഒരു കൂട്ടക്കൊല നടന്ന സമയത്ത് ഗാസ നിവാസികള്, ഹമാസ് തീവ്രവാദികൾ വന്ന് ഈ പ്രശ്നം തുടങ്ങി വെച്ച അന്ന് അതിന്റെ തൊട്ടടുത്ത ദിവസം നമ്മൾ ഫേസ്ബുക്കിൽ ഞാൻ പോസ്റ്റ് ഇട്ടിരുന്നു. ആ പോസ്റ്റ് ഇതാണ്, അതായത് ഈ ഒരു വിഷയം ഇത് ലോകത്ത് കൂടുതൽ മുസ്ലിം തീവ്രവാദികളെ ഉണ്ടാക്കുന്നതിന് വഴിവെക്കും, കൂടുതൽ മോഡറേറ്റ് മുസ്ലിങ്ങളെ കൂടുതൽ തീവ്ര മുസ്ലിങ്ങളാക്കുന്നതിന് വഴിവെക്കുന്ന ഒരു വിഷയമായിരിക്കും ഇത് എന്ന് അന്ന് ഞാൻ എഴുതി വെച്ചു. അത് ഇന്നിപ്പോ ഓരോ ദിവസവും നമ്മൾ കേൾക്കുന്ന വാർത്തകൾ ഇങ്ങനെ തന്നെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് ഇതിനകത്തെ ആ ഒരു ഇൻട്രിക്കസീസ്, അതിൻ്റെ ആ ഒരു പ്രശ്നങ്ങൾ മൈന്യൂട്ട് ആയിട്ടുള്ളതാണെങ്കിൽ പോലും അത് മനസ്സിലാക്കാനുള്ളൊരു ക്ഷമയോ അല്ലെങ്കിൽ അതിനൊരു ശ്രമമോ ഇവരുടെ ഭാഗത്തു നിന്നില്ല. ഇപ്പം നമ്മൾ ഇസ്രായേൽ യാത്ര ചെയ്യുമ്പോൾ പലപ്പോഴും ടാക്സി വിളിക്കുന്ന സമയത്ത് മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ ടാക്സിയിൽ വരും. അപ്പോൾ അതിലൊരു യുവാവായിട്ടുള്ള ഒരാളെ കിട്ടിയപ്പോൾ ഒരിക്കൽ ഞാൻ ആളോട് ചോദിച്ചു, നിങ്ങളുടെ അഭിപ്രായം എങ്ങനെയാണ് ഇതിനെ, ഹമാസിനെ കുറിച്ചൊക്കെ നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഹമാസ് നല്ലവനാണ് എന്നാണ് അവർ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഇസ്രായേലോ എന്ന് ചോദിക്കുമ്പോൾ ഇസ്രായേലും വളരെ മോശമാണ്. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്നിട്ട് ഇസ്രായേലിൽ ഇങ്ങനെ വണ്ടി ഓടിച്ച് നടക്കുന്നില്ലേ? അപ്പോൾ ഇസ്രായേൽ മോശമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ഇവിടെ ജീവിക്കാൻ കഴിയുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഉടനെ അത് മാറ്റി, ഇസ്രായേൽ അല്ല പ്രശ്നം, നെതന്യാഹു ആണ് പ്രശ്നം എന്നാക്കി. അപ്പോൾ ഞാൻ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ നെതന്യാഹു ആണ് പ്രശ്നം എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഈ എന്താണ് റിവർ ടു സീ പാലസ്തീൻ വിൽ ബി ഫ്രീ എന്ന് പറയുന്ന സാധനമായിട്ട് നടക്കുന്നത്? പുള്ളിക്ക് ഉത്തരവൊന്നുമില്ല അതിന്. കാരണം ഇവർക്ക് അറിയില്ല എന്താണ് ഈ പറയുന്നത് എന്നുള്ളത്. ആരൊക്കെയോ പറയാൻ പറയുന്നു, ആരൊക്കെയോ വിളിക്കാൻ പറയുന്നു, അവരേറ്റു വിളിക്കുന്നു. അത് അന്ധമായിട്ട്. യെസ്. അപ്പോ ഇവിടെയാണ് നമ്മൾ ഈ വിഷയത്തിൽ ഇവരെ റാഡിക്കലൈസ് ആയി പോയ ആളുകളെ നമ്മൾ അതിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമം നടത്തണം എന്ന് പറയുന്നത്. അത് വളരെ അത്യാവശ്യമായിട്ട് ഒരു കാര്യമാണ്. പിന്നെ 2016-17 UAE ഫോറിൻ മിനിസ്റ്റർ പറഞ്ഞൊരു വാചകമുണ്ട്. അതായത് യു വിൽ സീ മോർ ടെററിസ്റ്റ് ആൻഡ് എക്സ്ട്രീമിസ്റ്റ് കമ്മിങ് ഔട്ട് ഓഫ് യൂറോപ്പ് എന്ന് പറഞ്ഞിട്ട് അതിന് കാരണം പറയുന്നത് എന്താണ്? ഡ്യൂ ടു ദ ലാക്ക് ഓഫ് ഡിസിഷൻ മേക്കിംഗ് ആൻഡ് ടു മച്ച് ഓഫ് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്നാണ് അന്ന് പറഞ്ഞു വെച്ചത്. അപ്പോൾ ഈ ഡിസിഷൻ മേക്കിങ്ങിൽ ഉണ്ടാകുന്ന അലംഭാവം, അതുപോലെ തന്നെ കാര്യങ്ങൾ പറയേണ്ടടുത്ത് അത് വെട്ടി തുറന്ന് പറയാൻ സാധിക്കാതെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് നോക്കി മിണ്ടാതിരിക്കുമ്പോൾ ഉണ്ടാവുന്ന അവസ്ഥ, അത് തന്നെയാണ് ഇതുപോലുള്ള നഴ്സുമാരെയൊക്കെ വളം വെച്ച് കൊടുക്കുന്നത്. അത് യൂറോപ്പിൽ മാത്രമല്ല, ലോകത്ത് ഇന്ത്യയിലടക്കം അത് നടക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ പറയുന്നു, ഇതിനെ കോൾ ഔട്ട് ചെയ്യണം. നിങ്ങൾ ഹിന്ദുമത വിമർശനം നടത്തി അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ മാത്രം വിമർശനം നടത്തി, മതവിമർശനം നടത്തി, അതിൻ്റെ പൊളിറ്റിക്സിൽ നടത്തുന്ന പ്രശ്നങ്ങൾ മാത്രം അഡ്രസ്സ് ചെയ്താൽ പോരാ. സമാനമായ രീതിയിൽ അത് ഇസ്ലാമിൻ്റെ ഇടയിൽ നടക്കണം. ആ നവോത്ഥാന ശ്രമം മുസ്ലിങ്ങളുടെ ഇടയിൽ നടക്കണം. അതിവിടെ നടക്കുന്നില്ല. മുസ്ലിങ്ങൾ എപ്പോഴും ഇരകളാണ് എന്നുള്ള അവരുടെ ആ ഇരവാദ ട്രാപ്പിൽ പെട്ടുപോയിട്ട് ബാക്കിയുള്ള ആളുകൾ മിണ്ടാതിരിക്കുന്നു. ഇവിടെ മുസ്ലിങ്ങൾ ഒരു ഇരയല്ല. ഞാൻ ചോദിക്കുകയാണ്, ഈ ഒരു വിഷയത്തിന്റെ പേരിൽ ഇനി അവരുടെ മുന്നിലേക്ക്, ഒരു ജൂതന്റെ മുന്നിലേക്ക് ഒരു ഡോക്ടറായിട്ട് ഒരു മുസ്ലിം വരുമ്പോൾ ആ മുസ്ലിമിന് ഭയക്കാനുള്ള എല്ലാ സാധ്യതയും അവിടെ ഇല്ലേ? അത് ആരാ വെച്ചു കൊടുത്തത്? അത് ലോകമല്ലല്ലോ, അവർ തന്നെയല്ലേ വെച്ചു കൊടുത്തത്. അതേപോലെ നമ്മുടെ നാട്ടിൽ ഒരു മുസ്ലിമായ ഒരു ഡോക്ടറുടെ മുന്നിൽ വന്ന് ഈ വിഷയം ഏറ്റുപിടിച്ചിട്ട് ഇതുപോലെ ഒരു ഹിന്ദുവിന് ഭയക്കാനുള്ള ഒരു സാധ്യത അവിടെ ഇല്ലേ? ഒരു ക്രിസ്ത്യാനിക്ക് ഭയക്കാനുള്ള എനിക്ക് പേടിയില്ലേ? എക്സ് മുസ്ലിമായി എനിക്ക് പേടി ഉണ്ടാവില്ലേ? ഇതല്ലേ നമ്മൾ സംഭവിക്കുന്നത്. ഇപ്പൊ നമ്മളൊരു എയർപോർട്ടിൽ ഫ്ലൈറ്റിലൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു ട്രെയിനിൽ പോകുമ്പോൾ താടിയും മുടിയൊക്കെ നീട്ടി ഒരാൾ മുന്നിൽ കൂടെ പോയാൽ ഉള്ളിന്റെ ഉള്ളിൽ ഒരു എന്താ പറയാ ഒരു പാളൽ അവിടെ ഉണ്ടാവില്ലേ? എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? കാരണം നമ്മൾ കണ്ടിട്ടുള്ള ബോംബ് വെച്ച് നടക്കുന്ന ആളുകളൊക്കെ ആ രൂപത്തിലാണ്. അതുകൊണ്ട് അവിടെ അങ്ങനെ ഒരു പ്രശ്നം അവിടെ ഉണ്ട്. ഇത് നമ്മൾ പറയുമ്പോൾ അത് സ്റ്റീരിയോ ടൈപ്പിംഗ് ആണെന്നൊക്കെ പറയും. അല്ല, ഇത് ലോകത്ത് നടന്നിട്ടുള്ള വിഷയങ്ങളുടെ കണക്കുകളുടെ അടിസ്ഥാനത്തിലും സ്റ്റാറ്റിസ്റ്റിക്സ് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. ടോപ്പ് 20 ടെറർ അറ്റാക്സ് എടുത്തു കഴിയുമ്പോൾ 20 ഇസ്ലാമിക് ടെറർ അറ്റാക്സ് ആണ്. നടു റോട്ടിൽ ഇറങ്ങി നിന്ന് അല്ലാഹു അക്ബർ എന്ന് വിളിക്കുമ്പോൾ അവിടെ ഹിന്ദു ക്രിസ്ത്യാനി മാത്രമല്ല ഓടുക, മുസ്ലിങ്ങൾ അടക്കം ഓടുന്ന അവസ്ഥ ഇന്നിവിടെ ഉണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് മുസ്ലിങ്ങൾ ഈ അല്ലാഹു അക്ബർ കേൾക്കുമ്പോൾ ഓടുന്നത്? അവരുടെ ദൈവത്തെ വിളിക്കുന്നതാണെന്ന് അവർക്ക് അറിയാമെങ്കിൽ പോലും ആൾക്കൂട്ടത്തിൽ വെച്ചിട്ട് ഈ വിളി കേട്ട് കഴിഞ്ഞാൽ അത് ഓടാനുള്ള സിഗ്നൽ ആണ് എന്ന രീതിയിൽ അവരുടെ ഒരു മസിൽ മെമ്മറി അവിടെ ആയി കഴിഞ്ഞു.
ആ ഉം. ലെവലിലേക്ക് ലോകം മാറിയിട്ടുണ്ട്. ചില സിനിമകളിലടക്കം ഇത് ചിത്രീകരിക്കപ്പെടുന്നുണ്ട്. നമ്മളിപ്പോഴും പറയാറുണ്ട്. തീർച്ചയായിട്ടും ആരിഫ്. അതായത് ലോകത്തിൽ എമ്പാടുമുള്ള മനുഷ്യർക്ക് ജീവിക്കേണ്ടതുണ്ട്. നമ്മൾ ഏറ്റവും അധികം വിശ്വസിക്കുന്നത് എപ്പോഴും വഴി ക്രോസ് ചെയ്താൽ വണ്ടി ഓടിക്കുന്ന ഡ്രൈവർമാരെയും ആശുപത്രിയിൽ പോയ ഡോക്ടർമാരെയും അതിപ്പോ ഏത് അവസ്ഥയിലാണ് മറ്റൊരാളെ വിശ്വസിച്ചാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ നമ്മളെ കഴിഞ്ഞ് കൂടുതൽ ട്രസ്റ്റ് ചെയ്യുന്നതും ജീവിക്കാൻ മറ്റുള്ളവരെയാണ്. അങ്ങനെ ഒരു ഘട്ടത്തിൽ ഇങ്ങനെ ഒരു റിലീജിയസ് ഐഡിയോളജീനെ അവരുടെ പ്രൊഫഷനിലൂടെ കൊണ്ടുവന്നും അതിലൂടെ ആളുകളെ കൊന്നു കളഞ്ഞിരിക്കുന്നു എന്നൊക്കെ പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാനാവില്ല. എന്തായാലും എനിക്ക് സമാധാനമുള്ളത് ഓസ്ട്രേലിയൻ പറയും. അത് ശരിക്കും പറഞ്ഞാൽ ഒരു മെഡിക്കൽ എത്തിക്സിന്റെ വയലേഷൻ കൂടിയാണ്. കാരണം നമ്മൾ ഈ Yeah. ഒരു മെഡിക്കൽ ഓത്ത് നമ്മൾ എടുക്കാറുണ്ട് ഈ പറയുന്ന മെഡിക്കൽ പ്രൊഫഷനിലേക്ക് വരുമ്പോൾ. അതിൽ പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങളൊരു രോഗിയെ ചികിത്സിക്കുന്ന സമയത്ത് അവിടെ അയാളുടെ ഏജ്, സെക്സ്, ജെൻഡർ, അതല്ലെങ്കിൽ അവരുടെ നാഷണാലിറ്റി, എത്നിസിറ്റി, റേസ്, ഇതൊന്നും അവിടെ നിങ്ങൾ പരിഗണിക്കരുത്. അല്ലെങ്കിൽ അവസാനത്തെ ജൂതനും കൊന്നു തള്ളി അവനെ തീർക്കുന്നത് വരേക്കും ലോകം അവസാനിക്കില്ല എന്ന് ഹമാസിന്റെ ചാർട്ടറിൽ വരെ എഴുതി പിടിപ്പിച്ച സാധനം അത് സത്യമാകാൻ വേണ്ടി. അതാണ് നമ്മളിപ്പോ യാത്ര ചെയ്ത് അവിടെ ചെല്ലുമ്പോഴും കാണുന്നത്. ഒരു അതിർത്തി വര, ആ വരയുടെ ഒരു വശത്ത് ജീവിക്കാൻ വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ വേണ്ടിയിട്ട് മെനക്കെടുന്ന ഒരു കൂട്ടം ആളുകൾ ഇസ്രായേൽ, മറുവശത്ത് മരിക്കാൻ വരെ, അതായത് ചാകാനും തയ്യാറായിട്ട് നടക്കുന്ന ഒരു കൂട്ടം ആളുകൾ. ഇതാണ് അവിടുത്തെ യാഥാർത്ഥ്യം. മരിക്കാൻ വേണ്ടി നടക്കുന്നവരും ജീവിക്കാൻ വേണ്ടി നടക്കുന്നവരും തമ്മിലുള്ള വ്യത്യാസം, അതാണ് ഈ വ്യത്യാസം. ഇത് ആശയത്തിന്റെ പേരിലാണ്. ഇതൊരു ഐഡിയോളജിക്കൽ വാറാണെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഇതിനെ തോപ്പിക്കണം എങ്ങനെയാ സാധിക്കുക എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. അത് എളുപ്പമുള്ള പണിയല്ല എന്ന് തന്നെയാണ്. തീർച്ചയായിട്ടും. അപ്പോ മനുഷ്യനെ മനസ്സിലാക്കാനും സ്നേഹിക്കണമെങ്കിൽ മനുഷ്യത്വമാണ് വേണ്ടത്. അത് ഇല്ലാതാക്കുന്ന ഏത് ഫിലോസഫിയും ഏത് പൊളിറ്റിക്കൽ അജണ്ടയും എതിർക്കപ്പെടേണ്ടത് തന്നെയാണ്. എനിക്ക് ആകെ ആശ്വാസം, ഞാൻ പറഞ്ഞ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി അടക്കമുള്ള ആളുകൾ അതിനെ എതിർത്തുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. അതായത് ഇങ്ങനെ ഒരു പ്രശ്നം നടന്നാലും അതിനെ എതിർക്കുന്ന ഒരു വിഭാഗം ഉണ്ട് എന്നുള്ളത് എപ്പോഴും ഒരു ആശ്വാസമാണ്. എന്തായാലും ഒരുപാട് സന്തോഷം ആരിഫ് മറുനാടോട് ചേർന്ന് സംസാരിച്ചു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. നമസ്കാരം.